കർഷകരുടെ ആവശ്യങ്ങൾ അധികൃതരെ അറിയിക്കാനും അവ നടപ്പാക്കാനും ലക്ഷ്യമിട്ട് ഒരു കർഷകൻ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നുണ്ട് മലപ്പുറത്ത്. ആലിപ്പറമ്പ് പഞ്ചായത്ത് 11-ാം വാർഡിലാണ് കപ്പൂർ ലത്തീഫ് സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നത്. ലത്തീഫിന്റെ തെരഞ്ഞെടുപ്പ് ഓഫീസ് അലങ്കരിച്ചിരിക്കുന്നതാകട്ടെ മുഴുവൻ കാർഷികോത്പന്നങ്ങൾ കൊണ്ടും. ഒറ്റ ലക്ഷ്യമേ ഉള്ളൂ, കർഷകർക്ക് അർഹിക്കുന്നത് ലഭിക്കണം. മലപ്പുറം ആലിപ്പറമ്പ് പഞ്ചായത്തിലെ പാറക്കണ്ണിയങ്ങാടിയിൽ വിവിധ രാഷ്ട്രീയ പാർട്ടികളുടെ തെരഞ്ഞെടുപ്പ് ഓഫീസുകൾ കാണാം. അവയിൽ നിന്നും വ്യത്യസ്തമാണ് ഈ കർഷക സ്ഥാനാർത്ഥിയുടെ ഓഫീസ്. ഇവയെല്ലാം സ്ഥാനാർത്ഥിയുടെ കൃഷിയിടങ്ങളിലെ സ്വന്തം ഉൽപ്പന്നങ്ങളാണ്. CPIM അനുഭാവിയായിരുന്നു. അവരോട് സീറ്റ് ആവശ്യപ്പെട്ടപ്പോൾ തന്നില്ല. എന്നാൽ പിന്നെ ഒറ്റയ്ക്ക് മത്സരിക്കാമെന്ന് ലത്തീഫ് തീരുമാനിച്ചു. ചിഹ്നം ജീപ്പ്. 35 വർഷമായിട്ട് CPM-ലായിരുന്നു. അതിന് ഒരു സീറ്റ് ഞാൻ ആവശ്യപ്പെട്ടു, കർഷകർക്ക് വേണ്ടിയിട്ട്, ജനപ്രതിനിധിക്ക് വേണ്ടിയിട്ട് പഞ്ചായത്തിന്. പക്ഷെ അതവന് ഇവിടുത്തെ നേതൃത്വം അതിന് കൂട്ടാക്കിയില്ല. അപ്പോൾ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ട് ഈ വാർഡിൽ മത്സരിക്കാൻ തീരുമാനിച്ചതാണ്. കർഷകർ ബുദ്ധിമുട്ടുന്നുണ്ട്. അത് ചെന്നപ്പോൾ 20 വർഷമായിട്ടൊന്നും അതിനൊന്നും ചെയ്യണില്ല. കൃഷി വകുപ്പ്, നമ്മൾ കൃഷി ഓഫീസർ അല്ല കൃഷി ഭവനിൽ ആനുകൂല്യങ്ങൾ കിട്ടുന്നുണ്ട് കൃഷിക്കാർക്ക്. പക്ഷെ പഞ്ചായത്തിൽ നിന്ന് നമുക്ക് അനുകൂല്യങ്ങൾ കിട്ടാൻ, അവിടെ സംസാരിക്കാനോ അതിൽ ബന്ധപ്പെടാനോ ആരുമില്ല. 2 പതിറ്റാണ്ടായി UDF ഭരിക്കുന്ന ആലിപ്പറമ്പ് പഞ്ചായത്തിൽ കർഷകരുടെ പ്രശ്നങ്ങൾക്ക് ഒരു പരിഹാരവുമില്ല എന്നാണ് ലത്തീഫിന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിലെ പ്രധാന വിഷയം. പ്രചരണമെല്ലാം ഒറ്റയ്ക്ക് തന്നെ. തികഞ്ഞ ശുഭപ്രതീക്ഷയുമുണ്ട് ലത്തീഫിന്. കൃഷിയാണ് സമ്പത്ത്, കർഷകനാണ് നാടിൻ്റെ സമ്പത്ത്. അത് ഓർമ്മിപ്പിക്കുകയാണ് ആലിപ്പറമ്പ് ഗ്രാമപഞ്ചായത്തിൽ സ്ഥാനാർത്ഥിത്വത്തിലൂടെ കപ്പൂർ ലത്തീഫ്. ക്യാമറമാൻ എ വി ഷംസുദ്ദീനൊപ്പം ശാന്തകുമാർ വള്ളാലത്ത്, ന്യൂസ് മലയാളം.